തമിഴ്നാട്ടിലെ എൻഡിഎയിലേക്ക് മടങ്ങിയ അണ്ണാ DMK നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മോദിയും എടപ്പാടി പളനിസ്വാമിയും ഒന്നിച്ച് നേതൃത്വം നൽകുമെന്ന് അമിത്ഷാ. ഇരു പാർട്ടികൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള വിഷയങ്ങൾ നിരവധിയുള്ളതിനാൽ പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നണി മുന്നോട്ടു പോവുക. आने वाला तमिलनाडु विधानसभा चुनाव AIDMK, भारतीय जनता पार्टी और सभी साथी दल मिलकर NDA के नाते लड़ेंगे. കെ അണ്ണാമലയോട് പിണങ്ങി NDA വിട്ട അണ്ണാ DMK ഉപാധികൾ വെച്ചാണ് സഖ്യത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. ഡൽഹിയിൽ അമിത്ഷായുമായി നടത്തിയ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അണ്ണാമലയുടെ പടിയിറക്കം എടപ്പാടി പളനിസ്വാമി ഉറപ്പാക്കിയിരുന്നു. ഇതോടെ സഖ്യ ചർച്ചകൾ വേഗത്തിലായി. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്നാൽ DMKക്ക് വെല്ലുവിളിയാകാനാവില്ല എന്ന തിരിച്ചറിവും EPSന്റെ തീരുമാനത്തിന് പിന്നിലുണ്ട്. വഖഫ് ഭേദഗതി നിയമം, ത്രിഭാഷാ വിവാദം തുടങ്ങി വിയോജിപ്പുള്ള വിഷയങ്ങൾ നിരവധിയുണ്ടെങ്കിലും ഒരേ മനസ്സോടെ മുന്നോട്ടു പോകുമെന്നാണ് ഇരു പാർട്ടികളും വ്യക്തമാക്കുന്നത്. हम बैठकर चर्चा करेंगे और जरूरत पड़ेगी तो देयर विल बी ए कॉमन मिनिमम प्रोग्राम. നടൻ വിജയിയുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം കൂടി രംഗത്ത് വന്നതോടെ ഒരു മൂന്നാം മുന്നണിക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദ്രാവിഡ വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാകുമെന്നും BJP പ്രതീക്ഷിക്കുന്നു. ഇത് മുതലെടുക്കുക കൂടി ലക്ഷ്യമിട്ടാണ് പഴയ മിത്രത്തെ വീണ്ടും കൂടെ കൂട്ടുന്നത്. എന്നാൽ BJPയോട് കൂടുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക അണ്ണാ DMKക്കുണ്ട്. വഖഫ് ബില്ലിനെതിരായി നിലപാടെടുത്തതുൾപ്പെടെ ഉയർത്തിയാകും ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ പാർട്ടി ശ്രമിക്കുക. എന്നാൽ തമിഴ്നാട്ടിൽ കേഡർ വോട്ട് ബാങ്കുള്ള DMKയെ തുരത്താൻ ഇത് മതിയാകുമോ എന്നും കണ്ടറിയണം. DMK സർക്കാരിനെതിരെ അടുത്തിടെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ ജനങ്ങൾക്കിടയിൽ കൂടുതൽ ചർച്ചയാക്കാനാണ് മുന്നണി ലക്ഷ്യമിടുന്നത്. പടിയിറങ്ങുന്ന അണ്ണാമലയ്ക്ക് പകരം MLA കൂടിയായിട്ടുള്ള നൈനാർ നാഗേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനാകും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി EPSനെ തന്നെയാകും ഉയർത്തിക്കാട്ടുക. TTV ദിനകരനെയും O പനീർശെൽവത്തെയും കൂടെ കൂട്ടുന്ന കാര്യത്തിൽ തീരുമാനം BJP എടപ്പാടി പളനിസ്വാമിക്ക് വിട്ടിരിക്കുകയാണ്. KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.